ഹലോ ഗായ്സ്, വെൽക്കം ടു ദാറൂസ് കിച്ചൺസ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് 2 തരത്തിലുള്ള ഡിസേർട്ടുമായിട്ടാണ് കേട്ടോ. ഇതൊക്കെയല്ലേ വരുന്നത്. അപ്പം ഗസ്റ്റിൻ്റെ മുമ്പിൽ നമ്മൾക്ക് സ്റ്റാർ ആവാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള 2 തരത്തിലുള്ള ഡിസേർട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സ്നോബോൾ ഡിസേർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റാർഡ് ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ്, ഓക്കെ, 1.5 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡാണ് ഇതെടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ നമ്മൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നമ്മൾക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇതാ റെഡി ആയി കഴിഞ്ഞ്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾക്കൊരു സോസ് പാൻ എടുക്കാം. സോസ് പാനോ എന്ത് ഇഷ്ടമില്ല പാൻ എടുക്കാം, പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ അടിക്കൊന്നും പിടിക്കില്ല, അടിയിലൊന്നും പിടിക്കത്തില്ല. മറ്റുള്ള പാനുകളൊക്കെ ആണെങ്കിൽ അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് മിൽക്ക് എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആവശ്യമുള്ളത്രയാണ് ഞാൻ ആക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പാല് കൂട്ടേണ്ടതായിട്ട് വരും. ഇത് നമ്മൾക്ക് ധാരാളമാണ്, അതുകൊണ്ടാണ് ഇത്ര കുറച്ചാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാരൻ്റെ അളവ് കൂടുതലായിട്ട് കുറച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പഞ്ചസാര കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പക്ഷേ കൂടുതലായിട്ട് പഞ്ചസാര കഴിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിനും നല്ലത്. അപ്പോൾ അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൗഡറാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അടുത്തത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഇടതടവില്ലാണ്ട് നമ്മൾക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അടിയിലൊന്നും പിടിക്കാൻ സാധ്യതയില്ല. പക്ഷേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നല്ല പോലെ നമ്മൾക്കിത് മിക്സ് ആക്കിയെടുക്കാം. ഏകദേശം ഇതാ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതാ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് തണിഞ്ഞ് വരട്ടെ. അപ്പോഴത്തേക്ക് മെയിനായിട്ടുള്ളൊരു സംഭവം ചെയ്യാനുണ്ട്. അതെന്താണെന്നല്ലേ? അപ്പോൾ ഞാനിതാ ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബ്രെഡാണ് കേട്ടോ വേണ്ടത്. ഇപ്പം ഞാൻ തൽക്കാലം ഒരു 6-7 ബ്രെഡ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് വേണം. അത് പോമിഗ്രാനൈറ്റ്, ഞാനിവിടെ 1/4 കപ്പ് പോമിഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്. അത് പോമിഗ്രാനൈറ്റ് കട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. പോമിഗ്രാനൈറ്റ് നമ്മൾക്കൊരു 1/4 കപ്പ് എടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ആപ്പിൾ, അത് നല്ലപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ ആപ്പിളും പോമിഗ്രാനൈറ്റും തന്നെ ധാരാളമാണ് കേട്ടോ. അത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം മറ്റുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ചേർത്താൽ മതി. ഞാൻ പിന്നെ എൻ്റെ അടുത്ത് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സൊക്കെ അടുത്തുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചേർത്തുന്നേ ഉള്ളൂ, ആവശ്യമേ ഇല്ല. പിന്നെ ഒരു പുളി ടേസ്റ്റിന് കൂടി ചേർത്തതാണ് ഈ മാംഗോവും കിവിയും കേട്ടോ. അതൊരു ഹാഫാണ് കേട്ടോ, 2 ഹാഫ് മുറി മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പൊളി ടേസ്റ്റാണ് കേട്ടോ, മസ്റ്റായിട്ട് ഇത് ഇതിനുണ്ടാക്കണേ. അപ്പം നമ്മൾക്ക് ഡിപ്പ് ചെയ്യേണ്ട മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡ് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾക്ക് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത്. ഡിപ്പ് ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ടൊന്നും ഡിപ്പ് ചെയ്യൂല കേട്ടോ, കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം മിക്സിങ് ഇത് റെഡി ആയി കഴിഞ്ഞു. അടുത്തത് നമ്മൾക്ക് വേണ്ടത് ജാമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി ജാമോ നിങ്ങളുടെ അടുത്തുള്ള എന്ത് ജാമാണോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ ബെറീൻ്റെ ജാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ജാം അങ്ങനെ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഈ ചെറിയ ബോട്ടിൽ വാങ്ങിയതാണ്. എന്നിട്ട് ബ്രെഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾക്ക് നല്ലപോലെ തേച്ച് കൊടുക്കാം.
സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ സെൻറ്റർ ഭാഗത്ത്. എന്നിട്ട് നമ്മൾ നമ്മളെ ബ്രെഡ് എങ്ങനെ എത്ര വലിപ്പമുണ്ട് നോക്കണേ. ബ്രെഡ് വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ചെറുതാണെങ്കിൽ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവരുടെ 1 ടേബിൾ സ്പൂണോളം ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ആ ചുറ്റുപാടും 4 പാടും നമ്മൾക്ക് ഈ പാലിൻ്റെ മിക്സ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ ബോളാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ബോളായിക്കോളും. കാരണം സൈഡൊക്കെ നമ്മൾ ഈ പാലിൻ്റെ മിക്സ് കൊണ്ട് നനച്ചത് കൊണ്ട് തന്നെ ഉരുട്ടുമ്പോൾ നല്ല റൗണ്ടായിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ ബോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാ ബോളും ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2, 4, 6, 8 ബോൾസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഡിസേർട്ടിൻ്റെ പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ഓക്കെ, അടിപൊളിയായിട്ടില്ലേ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കണേ. വെറുതെ ഞാൻ വായിട്ട് അലച്ചത് കൊണ്ട് കാര്യമില്ല ഗൈസ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് മസ്റ്റായിട്ട് വിവരം പറഞ്ഞാലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് അത് കവറായി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് ഇതിന് സ്നോ പോലെ ആക്കി എടുക്കണ്ടേ. അപ്പോൾ സ്നോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നോക്കൂ ഗൈസ്, നമ്മളുടെ അടിപൊളിയായിട്ടുള്ള സ്നോ ബോൾ ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്തെടുക്കണ്ടേ. ഗാർണിഷ് ചെയ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹരമാണ് കേട്ടോ. നമുക്ക് കലാവിരുത് കാണിക്കാൻ വേണ്ടി പറ്റുന്ന ടൈം നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിതാ എൻ്റെ സ്നോ ബോളിൻ്റെ മുകളിൽ പലതരം ഐറ്റംസ് വെച്ചിട്ട് ഇതാ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ മാക്സിമം കലാവിരുത് ഞാൻ ഇതിന് മുകളിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം നോക്ക്, അറബി പെണ്ണ പോലെയുള്ള മൊഞ്ചുള്ള സ്നോ ബോൾ ഇതാ റെഡി ആയി കഴിഞ്ഞു ഗൈസ്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചെറീസ് വെച്ചിട്ടോ എന്ത് വേണമെങ്കിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കാട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ അടിപൊളിയായിട്ടുള്ള അറേബ്യൻ ഡിസേർട്ടായിട്ടുള്ള അറേബ്യൻ സ്നോ ബോൾ ഇതാ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ മസ്റ്റായിട്ട് ഈ ഇതിനുണ്ടാക്കിയിട്ട് വിവരം പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയ നമ്മുടെ അറേബ്യൻ സ്നോ ബോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഡിസേർട്ടാണ് എന്താണ്? കുനാഫ മലായ് ഡിസേർട്ട്. കുനാഫ ഇവിടെ ദുബായിൽ ട്രെൻഡിങ് ആണ് കേട്ടോ. നമ്മൾ കുനാഫ ചോക്ലേറ്റൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ദുബായിലെ? അതുപോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ പുഡിങ്ങിനുള്ളത്. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ ഇതിന് ഗസ്റ്റിൻ്റെ മുമ്പിൽ സ്റ്റാർ ആവാൻ പറ്റുന്ന അവസരം നിങ്ങൾ കളയാണ്ടിരിക്കും കേട്ടോ. ഓക്കെ, ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുനാഫ മലായ് ഡിസേർട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് കാണാം. അപ്പോൾ ഇതിന് മസ്റ്റായിട്ട് വേണ്ട പിസ്തയാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് പിസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് കുട്ടപ്പനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതാ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ടാ. തരിതരിയായിട്ടൊന്നും എടുക്കാൻ പാടില്ല, നല്ല നൈസ് പൗഡറായിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പിസ്തൻ്റെ ചോക്ലേറ്റൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അറിയില്ല. ഓക്കെ, അപ്പം അതേപോലത്തെ ഒരു ഡിസേർട്ടാണ് കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നെങ്കിൽ കുനാഫ ഡവ് ആണോ അല്ലെങ്കിൽ പിന്നെ വെർമസെല്ലിൻ്റെ ചെറിയ രീതിയിൽ കണ്ടില്ല ഇതുപോലത്തെ ഇത് പാക്കറ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ. അത് നമുക്ക് ഇത് ഓൾറെഡി ഫ്രൈഡ് ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗീ ഒഴിച്ചിട്ട് ആക്കിയത്. അപ്പോൾ ജസ്റ്റ് ഞാനിതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തത് നമുക്കൊരു വലിയ പാൻ തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഒരു 1/2 കപ്പ് മിൽക്ക് ഇട്ടാൽ 1/2 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം.
ഓക്കെ ഓക്കെ. പഞ്ചസാര നിങ്ങൾക്ക് അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അളവ് കുറക്കാം, അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അളവ് കൂട്ടുകയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇട്ടത് കറക്റ്റ് അളവാണ്, കൂടുതൽ ഷുഗറൊന്നും ഉണ്ടാവില്ല കേട്ടോ, മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഫൈനായിട്ട് പൊടിച്ച് വെച്ച നമ്മുടെ പിസ്തായും പഞ്ചസാരയും ഇട്ട ഇതില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് പിന്നെ പാൽപ്പൊടിയാണ് കേട്ടോ, മിൽക്ക് പൗഡറാണ്. അത് നിങ്ങൾക്ക് പിന്നെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ മിൽക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ. അപ്പം ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ, മിൽക്ക് പൗഡർ ഉള്ളവർ അത് ഇട്ടോ കേട്ടോ. ഓക്കെ, അപ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് നമ്മുടെ ഈ നേരിയ വെർമസെല്ലിയും കൂടി ഇട്ടിട്ട്, നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച വെർമസെല്ലിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നല്ല ശരിക്കും ഒരു അലുവ പോലെ ആയി കിട്ടിയിട്ടാ. നോമ്പുള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സൂക്ഷിക്കുക, കാരണം ഇത് അറിയാതെ വായിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത്രയും ടേസ്റ്റും അത്രയും മണമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ മിക്സ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പിന്നെ കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ലൈറ്റ് ചൂടായിട്ടുള്ള നേരിയ ചൂടുള്ളൊരു പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. ഇത് വാനില കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമ്മൾക്ക് ഇതൊന്ന് പിന്നെ മിക്സാക്കി എടുക്കാം. ഓക്കെ, അത് കട്ടയില്ലാതെ അത് നല്ല നേർമയായിട്ട് മിക്സാക്കി എടുക്കാം. ഓക്കെ, അതങ്ങോട്ട് റെഡിയായി. അപ്പോൾ സോസ് പാൻ വെക്കാം. ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 2 കപ്പ് പാലാണ് കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂൺ എന്ന് പറയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ 2 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ കേട്ടോ, 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് നല്ല പോലെ തിളപ്പിച്ചിടും. അപ്പോൾ അടുത്തത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതില്ലേ, അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ കസ്റ്റേർഡ് മിക്സ് റെഡിയാക്കി വെച്ചില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നല്ലോണം കുറുകൊന്നും വേണ്ട കേട്ടോ. പുഡിങ്ങിന് ആക്കുന്നത് പോലെ കസ്റ്റാർഡിൻ്റെ ഇതാക്കുന്നില്ല, അതുപോലെയൊന്നും ആവണ്ട കേട്ടോ. ലൈറ്റായിട്ട് നേർമയായിട്ട് വന്നാൽ മതി കേട്ടോ, തിക്കായാൽ മതി, അധികം തിക്കാവാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിസ്തൻ്റെ ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സിങ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്തത് അത് തണിയാൻ വേണ്ടി അവിടെ വെക്കാം. അടുത്ത് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ സൈഡെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ആവശ്യം ഒരു 6 മതിയാകുമായിരിക്കും. ഞാൻ ഇപ്പോൾ തൽക്കാലം നോക്കിയിട്ട് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് ഇത് റോള് കൊണ്ട് നല്ലപോലെ നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഒക്കെ നേർമയായിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് നമ്മൾക്ക് ഇന്ന് വെക്കേണ്ടത് നമ്മുടെ ടേസ്റ്റിയായ ഡിലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ പിസ്തൻ്റെ മിക്സിങ് വെക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ നമ്മൾക്ക് നീളത്തിലാക്കിയിട്ട് ആ ബ്രെഡിന് കണക്കായിട്ട് ആക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ചുരുട്ടി വെക്കാം. അപ്പോൾ ഇത് ഒന്ന് റെഡിയായി. അതുപോലെ നമ്മൾക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഒരു ഡിസേർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വിരുന്നുകാരുടെ മുമ്പിൽ പിന്നെ സത്യമായിട്ടും നിങ്ങൾക്ക് ഞാൻ പറയുന്നു, വിരുന്നുകാരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഇത് ഷെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങിൻ്റെ ട്രേ ഇല്ലേ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡിൻ്റെ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആക്കിയ കുനാഫൻ്റെ ഇതില്ലേ, അത് നമ്മൾക്ക് ബ്രെഡിൻ്റെ റോള് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇതാവാത്തതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് കുനാഫടോ പിന്നെ ഇതിൻ്റെ ബാക്കിയുണ്ട്. എന്നിട്ട് നമ്മൾക്ക് മൊത്തത്തിൽ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ ബ്രെഡിനകത്തേക്കും കൂടി ഒന്ന് ആക്കാൻ ശ്രമിക്കണം കേട്ടോ. ഞാനത് ആക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അതിൻ്റെ അകത്തേക്കും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിന്നെ കത്തി കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഇങ്ങനെ ഒന്ന് പിന്നെ ഇതാക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഉള്ളിലോട്ടേക്കും ഇതിൻ്റെ മിക്സിങ് പോകും കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കവറാവും കേട്ടോ. ഓക്കെ, ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. കുറച്ചൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പിസ്തൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായില്ലേ നമ്മളെ കുനാഫ മലായി ഡിസേർട്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കഴിക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ഇതില്ലേ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒന്നാമത് പിസ്തനെ കൊണ്ടായത് കൊണ്ട് നമുക്ക് പിസ്തനെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ കസ്റ്റാർഡിൻ്റെ ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ 2 ഡിസേർട്ട്, ഒന്ന് അറേബ്യൻ സ്നോബോളും രണ്ടാമത്തെ കുനാഫ മലായി ഡിസേർട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഇതിന് നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ട് ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഗസ്റ്റിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ വേണ്ടി പറ്റൂ കേട്ടോ. ഓക്കെ, അപ്പം എൻ്റെ ഡിസേർട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം സാറൂസ് കിച്ചൺ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.